ഹായ്, അന്നിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മസാല റൈസ് കഴിക്കാൻ കൊതിയായി. അപ്പോൾ ഞാൻ ഉള്ളതെല്ലാം തട്ടിക്കൂട്ടി ഒരു മസാല റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൂടെ ഞാൻ കടലയും കഴിക്കുന്നുണ്ടേ. അങ്ങനെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്തു കേട്ടോ. പിന്നെ കുറച്ച് അല്ലറ മസാലകളൊക്കെ ഇട്ടങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജും സവോളയും എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തു. അതിന് ശേഷം ബാക്കിയായിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് വഴറ്റി തക്കാളി ഒന്ന് ഉടയുന്നത് വരെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിനകത്തിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള കുറച്ച് മസാലപ്പൊടികൾ, അതായത് ഞാൻ മെയിനായിട്ട് ചേർത്തത് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും മാത്രമുള്ളേ, അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ചോറിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ച് മൂടി സെറ്റാക്കി എടുത്തു കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. കുറച്ച് ചോറിനുള്ളൂടെ ഉപ്പിട്ട് കഴിച്ചുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ. അതായത് ചെറിയ തീക്കകത്തൊന്ന് ചെറിയ ദമ്മ് പോലെ ആക്കി വെച്ചു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചായിരുന്നു കേട്ടോ. കാണാൻ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലോ, ടേസ്റ്റും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇതിന് എന്ത് കോമ്പിനേഷൻ കഴിക്കുന്ന ഓർത്തിന് പപ്പ പറഞ്ഞത് കുറച്ച് ചിക്കൻ മേടിച്ചല്ലോ. പിന്നെ പപ്പ ഒന്നും ചിക്കൻ ഞാൻ എന്ത് ചെയ്തു, കുറച്ചെടുത്തങ്ങ് വറക്കും, കുറച്ച് കറി അങ്ങോട്ട് വെച്ചു. അപ്പം അപ്രതീക്ഷിതമായിട്ട് കറി ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. ചിക്കൻ ഫ്രൈ കൂട്ടി ഞങ്ങളൊരു പിടിയങ്ങ് പിടിച്ചു. നമുക്ക് നാരങ്ങയും കൂടെ ഒഴിച്ചിട്ട് ഇളക്കി വെക്കാം അല്ലേ? അപ്പം ഈ റൈസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.